നമസ്തേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക, വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വൈശാഖ മാസത്തിൻ്റെ മഹത്വം എന്താണ് എന്ന് മനസ്സിലാക്കാം. ഏപ്രിൽ 18 നമ്മുടെ ഈ വർഷത്തെ വൈശാഖ മാസം ആരംഭിച്ചു. മെയ് 16 വരെയാണ് വൈശാഖ മാസം. ഭാരതീയ സംസ്കാരത്തിൽ ഓരോ മാസത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അതിൽ ഏറെ പുണ്യമുള്ള ഒരു മാസം തന്നെയാണ് വൈശാഖ മാസം എന്ന് പറയുന്നത്. ചാന്ദ്രമാസങ്ങളിൽ രണ്ടാമത്തെ മാസമായിട്ടാണ് വൈശാഖം വരിക. ആദ്യ മാസം ചൈത്രമാസമാണ്. അതായത് വസന്തകാല പൂർണിമ മുഴുവനായി നിൽക്കുന്ന ഒരു പുണ്യമാസം കൂടിയാണ് വൈശാഖ മാസം. ഈ മാസത്തിൽ വ്രതത്തിൻ്റെയും ശുദ്ധിയുടെയും ഒക്കെ പുണ്യമാസമായിട്ടാണ് നമ്മൾ ഈ വൈശാഖ മാസത്തെ കണക്കാക്കുന്നത്. പുരാണങ്ങളിലും ഇതിൻ്റെ വ്രതശുദ്ധിയുടെയും അതുപോലെ തന്നെ പുണ്യത്തിൻ്റെയും മഹത്വം എടുത്തു പറയുന്നുണ്ട്. സ്കന്ദപുരാണത്തിലും പത്മപുരാണത്തിലുമൊക്കെ ഈ മാസത്തിൽ ചെയ്യുന്ന ചെറിയ സൽപ്രവൃത്തികൾക്ക് പോലും അനന്ത പുണ്യമാണ് ഓരോരുത്തർക്കും ലഭിക്കാറുള്ളത്. മഹാവിഷ്ണുവിൻ്റെ കൃപ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മാസം കൂടിയാണ് വൈശാഖ മാസം. പിന്നെ അതുപോലെ തന്നെ മാധവന് പ്രിയപ്പെട്ട മാസം ആയതുകൊണ്ട് മാധവ മാസം എന്ന് നമ്മൾ ഇതിനെ പറയാറുണ്ട്. അപ്പോൾ മാധവമാസം എന്ന് പറയുന്നത് ഈ വൈശാഖ മാസത്തിന് ആ മാധവൻ്റെ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ പ്രത്യേകത ഒന്നുകൂടി അല്ലെങ്കിൽ ആ മാഹാത്മ്യം ഒന്നുകൂടി എടുത്തു പറയുന്നുണ്ട്. മഹാവിഷ്ണു ഈ വൈശാഖ കാലത്ത് വൈകുണ്ഠം വിട്ട് ലക്ഷ്മി സമേതനായി ഭൂലോകത്തിൽ എത്തിച്ചേരുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവിൻ്റെ ആരാധന വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. സ്നാനം, ജപം, ധ്യാനം, വ്രതം എന്നിവയ്ക്കെല്ലാം ഈ മാസത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. വിഷ്ണു ആരാധനയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള മാസം ആണെന്ന് പറഞ്ഞല്ലോ. ഈ മാസം മുഴുവനായിട്ട് നമ്മൾ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നത് വളരെ ഉത്തമമാണ്. നമ്മൾ ലക്ഷ്മി നാരായണ ഭജനത്തിനാണ് കൂടുതൽ പ്രാധാന്യം. കാരണം നമ്മൾ പറഞ്ഞല്ലോ മഹാവിഷ്ണു ലക്ഷ്മി സമേതനായിട്ടാണ് ഭൂമിയിൽ എത്തിച്ചേരുക എന്നുള്ളത്. അതുപോലെ അത് നമ്മൾ പ്രഭാതത്തിലും സന്ധ്യയ്ക്കുമാണ് നിലവിളക്ക് കൊളുത്തിയിട്ട് നമ്മൾ ആ ലക്ഷ്മി നാരായണ മൂർത്തിയൊക്കെ ഭജിക്കേണ്ടത്. നമ്മൾ ഓം നമോ നാരായണായ എന്ന മന്ത്രം ചൊല്ലാം, അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ആ മന്ത്രങ്ങൾ നമുക്ക് രാവിലെയും പ്രഭാതത്തിലും അതുപോലെ പ്രദോഷത്തിലൊക്കെ 108 പ്രാവശ്യം ജപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമ പാരായണം, നാരായണീയ പാരായണം, ഭാഗവത പാരായണം, ഭഗവത്ഗീത പാരായണം ഇതൊക്കെ വളരെ അത്യുത്തമമാണ്. ഈ മാസത്തിൽ അല്ലെങ്കിൽ ഈ വൈശാഖ മാസത്തിൽ നമ്മൾ പാരായണം ജപിക്കുന്നതും ചെയ്യുന്നതും കേൾക്കുന്നതും കീർത്തിക്കുന്നതും എല്ലാം. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് മഹാലക്ഷ്മി അഷ്ടകം കൂടി ചൊല്ലാവുന്നതാണ്. രാവിലെയും വൈകുന്നേരവും മഹാലക്ഷ്മിയുടെ പ്രസാദത്തിനായി മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലാവുന്നതാണ്. അപ്പം മഹാവിഷ്ണു വൈകുണ്ഠം വിട്ട് ആ ഭൂലോകത്തിൽ വസിക്കുന്ന കാലം ആയതുകൊണ്ട് തന്നെ ആ വിഷ്ണു ഭഗവാൻ ഈ വൈശാഖ കാലത്ത് തൻ്റെ ഭക്തരുടെ വീട്ടിൽ വേഷപ്രച്ഛന്നനായിട്ട് എത്തും എന്നാണ് വിശ്വാസം. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ വരുന്ന ഓരോ അതിഥികളെയും വിഷ്ണു ഭഗവാനെ പോലെയാണ് നമ്മൾ കാണേണ്ടത്. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ തന്നെ നമ്മളുടെ അതിഥി ദേവോ ഭവ എന്നാണല്ലോ പറയാറ്. അപ്പോൾ ആ അതിഥി സൽക്കാരം അത് ഭഗവാനാണെന്ന് വിചാരിച്ച് ആ അതിഥിക്ക് കൃത്യമായി വേണ്ട സൽക്കാരങ്ങളെല്ലാം യഥാപൂർവം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. അത് ഭഗവാനായിട്ട് തന്നെ നമ്മൾ കാണണം. പിന്നെ അതിഥിക്ക് വേണ്ട ഭക്ഷണം, വസ്ത്രം, ധനം എന്നിവയെല്ലാം നമ്മൾ ദാനം ചെയ്യുന്നത് വളരെ അത്യുത്തമമാണ്. അങ്ങനെ അവരെ ആദരിക്കുന്നത് വളരെ പുണ്യമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അടുത്തതായിട്ട് വൈശാഖ മാസത്തിലെ സ്നാനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതായത് പ്രഭാത സ്നാനത്തിന് അത് വളരെ പുണ്യഫലപ്രദമാണ്.
ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നമ്മളെ ആ പ്രഭാതത്തിൽ, അതായത് സൂര്യോദയത്തിന് മുന്നേ ഒരു 6 നാഴിക മുന്നേ, ഒരു ഏകദേശം 4-4:30 മണിയോടുകൂടിയാണ് നമ്മൾ പ്രഭാത സ്നാനത്തിന് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് സ്നാനം ചെയ്യുന്നത് വളരെ പുണ്യമാണ്. കാരണം ത്രിലോകങ്ങളിലുള്ള സർവ്വ തീർത്ഥങ്ങളുടെയും സാന്നിധ്യം ഈ സമയത്ത് നമ്മുടെ ജലാശയങ്ങളിലും അതുപോലെ തന്നെ കുളങ്ങളിലും ഒക്കെ ആ സാന്നിധ്യം, ഗംഗാദേവിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും എന്നാണ് വിശ്വാസം. അപ്പോൾ ആ പ്രഭാത സമയത്ത്, ബ്രാഹ്മ മുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് സ്നാനം ചെയ്യുമ്പോൾ നമുക്ക് ആ സർവ്വ തീർത്ഥങ്ങളിലും സ്നാനം ചെയ്തതിൻ്റെ പുണ്യഫലമാണ് ലഭിക്കുന്നത്. ഇത് നമ്മൾ ഈ പത്മ പുരാണത്തിലെല്ലാം ഈ തീർത്ഥ സ്നാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രഭാത സ്നാനം നമ്മുടെ മനസ്സിലുള്ള, നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ അകറ്റുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ളതായ എല്ലാ വിഷമങ്ങളെയും മാലിന്യങ്ങളെയും കൂടി ഇല്ലാതെ ആക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ വൈശാഖ മാസത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു പുണ്യപ്രവൃത്തിയാണ് ദാനങ്ങൾ. അതായത് അന്നദാനം, വസ്ത്രദാനം, ഗോദാനം, ഇതൊക്കെ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, ഇപ്പോൾ നല്ല കടുത്ത വേനലാണ്, വേനൽ വളരെ തീക്ഷ്ണമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ദാനം ചെയ്യാൻ കഴിയുന്നത് ജലം തന്നെയാണ്. കാരണം ദാഹിച്ചവന് നമ്മൾ നല്ല രീതിയിൽ വേണ്ട ജലദാനം അല്ലെങ്കിൽ വെള്ളം കൊടുക്കുക എന്നുള്ളത് വളരെ പുണ്യകരമായ ഒരു കർമ്മം തന്നെയാണ്. ഈ സമയത്ത് നമുക്ക് തണ്ണീർ പന്തലുകളൊക്കെ, പണ്ടൊക്കെ തണ്ണീർ പന്തലുകളൊക്കെ ഉണ്ടായിരുന്നു. ആ തണ്ണീർ പന്തലുകളൊക്കെ നിർമ്മിച്ച് അവിടെ വെച്ച് വഴിയാത്രക്കാർക്ക് ജലദാനം എല്ലാം നടത്താവുന്നതാണ്. അതുപോലെ തന്നെ ആ വെയിലത്ത് നടന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന യാത്രികർക്ക് നമുക്ക് കുട, ചെരുപ്പ്, വിശറി ഒക്കെ നൽകാവുന്നതാണ്. പിന്നെ നമുക്ക് അവർക്ക് വേണമെങ്കിൽ കിടക്ക, അതുപോലെ തന്നെ അതിന് കൂടാതെ കർപ്പൂരം, ചന്ദനം, ഗോരോചനം, കസ്തൂരി, അതുപോലെ സുഗന്ധദ്രവ്യങ്ങൾ, ഇവയെല്ലാം ഈ വൈശാഖ മാസത്തിൽ നമുക്ക് ദാനം ചെയ്യാവുന്നതാണ്. അപ്പോൾ ദാനധർമ്മങ്ങൾക്ക് വളരെയധികം മഹത്വവും പ്രാധാന്യവും ഉള്ളതാണ്. അപ്പോൾ പാവപ്പെട്ട ആളുകൾക്ക് നമ്മൾ വേണ്ട രീതിയിലുള്ള ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് നമുക്കതിൻ്റെ ഇരട്ടി ഫലം തന്നെയാണ് ഈ മാസത്തിൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് വ്രതാനുഷ്ഠാനങ്ങളെ കുറിച്ചിട്ട് ഒന്ന് ചിന്തിക്കാം. അപ്പോൾ ഈ മാസത്തിൽ വ്രതങ്ങൾക്കും കൂടി ഇരട്ടി ഫലമാണ് എന്നാണ് പറയുന്നത്. നമ്മൾ വ്രതങ്ങൾ എന്ന് പറയുമ്പോൾ ഉപവാസമാണ് പ്രധാന വ്രതം നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. അത് നമുക്ക് ഒരു മാസം മുഴുവനായിട്ടൊന്നും നമുക്ക് അങ്ങനെ ഉപവാസം എടുക്കാൻ സാധ്യമല്ല, നമുക്കറിയാം. അപ്പോൾ നമുക്ക് കഴിയുന്നത്ര ദിവസങ്ങൾ അരിയാഹാരം ഉപേക്ഷിച്ച് പഴങ്ങൾ, പാല് എന്നിവയൊക്കെ ഭക്ഷിക്കാം. അങ്ങനെ നമുക്ക് വ്രതാനുഷ്ഠാനം ചെയ്യാവുന്നതാണ്. പിന്നെ ഈ വൈശാഖ മാസത്തിലെ പിന്നെ അക്ഷയ തൃതീയ ദിവസം, അതുപോലെ തന്നെ വെളുത്ത ദ്വാദശി ദിവസം, പിന്നെ പൗർണമി ദിവസം, ഈ 3 ദിവസങ്ങളും നമ്മൾ ഉപവാസം എടുക്കുകയാണെങ്കിൽ അത് ഈ വൈശാഖ മാസം മുഴുവനായും വ്രതം എടുത്തതിൻ്റെ പുണ്യം നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ 3 ദിവസങ്ങൾ നമുക്ക് കഴിയുമെങ്കിൽ പൂർണ്ണമായ ഉപവാസം എടുക്കുകയാണെങ്കിൽ അത് അതീവ പുണ്യഫലം നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അക്ഷയ തൃതീയ എന്നുള്ള ദിവസം, അതുപോലെ തന്നെ ദ്വാദശി, വെളുത്ത ദ്വാദശി, അതുപോലെ തന്നെ പൗർണമി, ഈ 3 ദിവസങ്ങളാണ് നമുക്ക് വ്രതത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ബാക്കി ദിവസങ്ങൾ നമുക്ക് കഴിയുന്ന പോലെയുള്ള വ്രതാചരണങ്ങളൊക്കെ നടത്താം. ഇത് ചെയ്യുകയാണെങ്കിൽ വൈശാഖ മാസം മുഴുവനും വ്രതം എടുത്തതിൻ്റെ പുണ്യം തന്നെയാണ് നമുക്ക് ലഭിക്കുക. അതുപോലെ തന്നെ ദുഃഖശാന്തി, രോഗശാന്തി, ഐശ്വര്യം, സമ്പത്ത് എന്നിവ ലഭിക്കാനും ഈ വ്രതാനുഷ്ഠാനങ്ങൾ വളരെ നല്ലതാണ്. അക്ഷയ തൃതീയ ദിവസം നമ്മൾ എന്ത് ദാനം ചെയ്താലും ക്ഷയമില്ലാത്തതാണല്ലോ അക്ഷയ തൃതീയ. അപ്പോൾ അത് ദാനത്തിനായാലും ജപത്തിനായാലും ഹോമത്തിനായാലും അക്ഷയ തൃതീയ ദിവസം നമ്മൾ ചെയ്യുന്നത് വളരെയധികം ഐശ്വര്യപ്രദവും പുണ്യഫലപ്രദവും, അതുപോലെ നമുക്ക് ക്ഷയിക്കാത്ത ഐശ്വര്യത്തിനും അത് ഗുണകരമായി തീരും എന്നാണ് പറയുന്നത്. നമുക്ക് ഐശ്വര്യവും സമ്പത്തും എല്ലാം ഉണ്ടാവാനാണ് നമ്മൾ ഈ ദിവസങ്ങൾ പ്രത്യേകം ആചരിക്കുന്നത്. ഇനി ഇതിൽ ഒരുപാട് പുണ്യദിനങ്ങൾ ഈ വൈശാഖ മാസത്തിൽ വരുന്നുണ്ട്. അതിൽ നമ്മൾ പറഞ്ഞ ആ അക്ഷയ തൃതീയ ഒരു പുണ്യദിനം തന്നെയാണ്. പിന്നെ ബലരാമ ജയന്തി, പരശുരാമ അവതാരം, ഇതൊക്കെ ഏകദേശം ഈ അക്ഷയ തൃതീയ ദിവസത്തിൽ തന്നെയാണ്. അതുപോലെ അന്നപൂർണേശ്വരി അവതാരവും ഒക്കെ അക്ഷയ തൃതീയ ദിവസമാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആദി ശങ്കരാചാര്യരുടെ ജന്മദിനമായ വൈശാഖ പഞ്ചമി എന്ന് നമുക്കതിനെ പറയാം. അതുപോലെ ദത്താത്രേയ ജയന്തി, ബുദ്ധ പൂർണിമ, പിന്നെ നരസിംഹ ജയന്തി, ഇതെല്ലാം ഈ വൈശാഖ മാസത്തിലാണ് വരുന്നത്.
അപ്പോൾ എല്ലാം കൊണ്ടും ഇത്രയും എല്ലാം മാഹാത്മ്യമുള്ള ഒരു മാസം തന്നെയാണ് വൈശാഖ മാസം. ഇനി ഇത് വൈശാഖ നക്ഷത്രത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ മാസത്തിനെ വൈശാഖം എന്ന് തന്നെ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും ഒക്കെ ആരാധിക്കാം എന്ന് പറഞ്ഞല്ലോ. മഹാവിഷ്ണുവിനെ ആരാധിക്കാൻ ഏറ്റവും നല്ലത് തുളസിമാല, തുളസിപ്പൂക്കൾ, അതുകൊണ്ട് നമുക്ക് മഹാവിഷ്ണുവിനെ ആരാധിക്കാം. അതുപോലെ തന്നെ നമുക്ക് മഹാലക്ഷ്മിയെയും ആരാധിക്കാം, മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലാം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ആ മഹാലക്ഷ്മിക്ക് നമുക്ക് വെളുത്ത പൂക്കൾ കൊണ്ട്, അതുപോലെ അല്ലെങ്കിൽ ചുവന്ന പൂക്കളും അർപ്പിക്കാവുന്നതാണ്. ആ പൂക്കൾ കൊണ്ട് മഹാലക്ഷ്മിയെയും ആരാധിക്കാം. അങ്ങനെ മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും പ്രീതിയും അനുഗ്രഹവും നമുക്ക് ലഭിക്കാൻ വളരെ നല്ലതാണ് ഈ വൈശാഖ മാസത്തിലെ ഈ ആരാധനാ സമ്പ്രദായങ്ങൾ. അപ്പോൾ ആ ദേവന്മാരെ വളരെ നല്ല രീതിയിൽ നമ്മുടെ ആരാധന കൊണ്ടും വ്രതം കൊണ്ടും ജപം കൊണ്ടും ഒക്കെ പ്രീതിപ്പെടുത്തുക. അതുപോലെ തന്നെ ഇതെല്ലാം ഈ വ്രതങ്ങളും ഉപവാസങ്ങളും എല്ലാം തന്നെ നമ്മുടെ ആത്മവിശുദ്ധി വർദ്ധിപ്പിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈശ്വരാരാധനയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള 3 മാസങ്ങളാണ് മാഘം, വൈശാഖം, കാർത്തിക. ഈ 3 മാസങ്ങൾ. അതിൽ തന്നെ വിശിഷ്ടമായ മാസം തന്നെയാണ് വൈശാഖ മാസം. ഒന്നുകൂടി പ്രാധാന്യമുള്ളതാണ്. ആരാധനയ്ക്ക് കൂടുതൽ ഫലവും ഐശ്വര്യവും ഒക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. അത് നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, ഈ എല്ലാ വിദ്യകളിലും വെച്ച് ശ്രേഷ്ഠമായിട്ടുള്ള വിദ്യ എന്ന് പറയുന്നത് വേദങ്ങളാണ്. അതുപോലെ തന്നെ എല്ലാ മന്ത്രങ്ങളിലും വെച്ച് പ്രധാന മന്ത്രം എന്ന് പറയുന്നത് പ്രണവ മന്ത്രത്തെയാണ്. എല്ലാ വൃക്ഷങ്ങളിലും പ്രധാനം കൽപ്പവൃക്ഷമാണ്. അതുപോലെ തന്നെ എല്ലാ പക്ഷികളിലും ശ്രേഷ്ഠനായ പക്ഷി എന്ന് പറയുന്നത് ഗരുഡനാണ്. എല്ലാ നദികളിലും ശ്രേഷ്ഠമായ നദി ഗംഗാനദിയാണ്. അതുപോലെ തന്നെ എല്ലാ രത്നങ്ങളിലും ശ്രേഷ്ഠം കൗസ്തുഭരത്നം ആണ്. അതുപോലെ തന്നെയാണ് എല്ലാ മാസങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായ, വിശിഷ്ടമായ, അല്ലെങ്കിൽ മഹത്വമുള്ള, പുണ്യമായ മാസം തന്നെയാണ് വൈശാഖ മാസം. അപ്പം എല്ലാ കർമ്മങ്ങൾക്കും ഉത്തമമായിട്ട് ആചാര്യന്മാർ വരെ വിധിച്ചിരിക്കുന്ന ഒരു മാസം. വസന്തകാലത്തെയാണ് അവർ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ വസന്തകാലം ഉൾക്കൊള്ളുന്ന ഒരു മാസം തന്നെയാണ് വൈശാഖ മാസം കൂടി. അപ്പം ഈ സമയത്താണ് നമ്മൾ സാധാരണ യജ്ഞങ്ങൾ നടത്താറുണ്ട്, ഉത്സവങ്ങൾ നടത്താറുണ്ട്. ഗുരുവായൂരിലൊക്കെ വൈശാഖ മാസം അതീവ വിശിഷ്ടമാണ്. അവിടെ ഭാഗവത പാരായണങ്ങളെല്ലാം തുടർച്ചയായിക്കൊണ്ട് തന്നെ വൈശാഖ മാസം മുഴുവനും ഭാഗവത പാരായണവും സപ്താഹങ്ങളും എല്ലാം വളരെ നല്ല ശ്രേയസ്സോടുകൂടി നടക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വൈശാഖ മാസം ആന്ധ്രയിലെ തിരുപ്പതിയിലും വളരെയധികം പ്രാധാന്യമുള്ളതായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ നമുക്ക് തീർത്ഥാടനത്തിനും അതുപോലെ തന്നെ ക്ഷേത്ര ദർശനത്തിനൊക്കെ ഏറ്റവും പറ്റിയ പുണ്യമായ കാലം തന്നെയാണ് വൈശാഖ മാസം. പിന്നെ നമ്മൾ ഭക്തി, അതുപോലെ തന്നെ ധർമാനുഷ്ഠാനങ്ങൾ, ദാനധർമ്മങ്ങൾ, പിന്നെ ഭാഗവത പാരായണം എന്നതിനൊക്കെ വേണ്ടി നമുക്ക് ഏറ്റവും കൂടുതൽ ഭക്തിപൂർണമായി ആചരിക്കാവുന്ന കാലമാണ് വൈശാഖം. പിന്നെ കലികാല നിവാരണത്തിനായിക്കൊണ്ടും നമുക്ക് ഈ വൈശാഖ മാസത്തിൽ കൂടുതൽ ഭക്തിപരമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ആ കലിദോഷ നിവാരണത്തിനായി നമുക്ക് ആ ഹരേ രാമ എന്നുള്ള മന്ത്രം, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, അത് എന്നും നമുക്ക് ചൊല്ലാവുന്നതാണ്. അപ്പോൾ കലിദോഷം കൂടി ഇല്ലാതാവുന്ന ഒരു മന്ത്രമാണ്. അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്നെല്ലാം വൈശാഖ മാസത്തിൻ്റെ പ്രാധാന്യം എല്ലാവരും ഉൾക്കൊണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വൈശാഖ മാസത്തിൽ നമ്മൾ ആ ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവിനെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ആരാധിക്കുക, നാമങ്ങൾ ചൊല്ലുക, ഭഗവാന് അർച്ചനകൾ ചെയ്യുക, അമ്പലങ്ങളിൽ പോയി നമുക്ക് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നമുക്ക് പറ്റാവുന്ന ദിവസങ്ങളൊക്കെ ആ ഭഗവാന് വഴിപാടുകളും അതുപോലെ പാൽപ്പായസവും കദളിപ്പഴവും എല്ലാം നമുക്ക് നിവേദ്യങ്ങളും ഇതോടൊപ്പം സമർപ്പിക്കാവുന്നതാണ്. അമ്പലങ്ങളിൽ നടക്കുന്ന ഉത്സവങ്ങളിലെ, യജ്ഞങ്ങളിലെ, പാരായണങ്ങളിലൊക്കെ പങ്കെടുക്കുക. അങ്ങനെ നമ്മൾ ശ്രവണം, കീർത്തനവും എല്ലാം കൊണ്ടും സേവ കൊണ്ടും നമുക്ക് ഈ വൈശാഖ മാസം പുണ്യമാക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എല്ലാം നമുക്ക് ഈ വൈശാഖ മാസത്തിൻ്റെ തത്വം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സരളമായ ജീവിതം, അതുപോലെ ഉന്നതമായ ചിന്ത, അതുപോലെ ദാനവും ഭക്തിയും, അതാണ് ഈ വൈശാഖ മാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വങ്ങൾ. അതാണ് ഈ മാസാചരണം അല്ലെങ്കിൽ വൈശാഖ മാസാചരണം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും തന്നെ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കുള്ള ഒരു പടി കൂടിയാണ് എന്ന് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം.
അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ വൈശാഖ മാസത്തിലെ പരമാവധി ദിവസങ്ങൾ, പരമാവധി സമയം ഭഗവത് സേവയ്ക്കായിട്ട് ഉപയോഗിക്കാം. വിഷ്ണു ഭഗവാനെ ആരാധിക്കാം, പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും വഴിപാടുകളും എല്ലാം ഈ വൈശാഖ മാസത്തെ ഒന്നുകൂടി പുണ്യമായി തീർക്കട്ടെ. അങ്ങനെ എല്ലാവരുടെ മനസ്സിലും വൈശാഖം പുണ്യം നിറച്ചുകൊണ്ട്, ഐശ്വര്യം നിറച്ചുകൊണ്ട് വസന്തകാലമായിട്ട് ശോഭിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഭഗവാനെ ആരാധിക്കാം. നമ്മളെ ആ ഓരോരുത്തരും ആരാധിക്കുന്ന ആ ഒരു ശ്ലോകങ്ങൾ ഭഗവാനെ നമ്മൾ ചൊല്ലാൻ വേണ്ടി ഓരോരുത്തർക്കും പ്രത്യേക ശ്ലോകങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ആ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്ന മന്ത്രം ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ആ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. അല്ലാത്തവർ ഹരേ രാമ എന്നുള്ള ആ രാമമന്ത്രം എഴുതാം. അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ എന്ന മന്ത്രങ്ങൾ എഴുതുക. നമുക്ക് ആ കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കുന്ന എല്ലാ ഭഗവാന്റെ നാമങ്ങളും ആ വിഷ്ണു ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാം. വൈശാഖ മാസം എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.